ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ UAE സഹകരണം കൂടുതൽ മേഖലയിൽ ശക്തമാവുമെന്ന് UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി സുഞ്ജയ് സുധീർ. IIT യാഥാർത്ഥ്യമായതുപോലെ കൂടുതൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകൾ UAEയിൽ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യൻ സ്ഥാനപതി ഇക്കാര്യം അറിയിച്ചത്. അബുദാബിയിലെ IIT ഡൽഹി ക്യാമ്പസിന് പിന്നാലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡും UAEയിൽ ക്യാമ്പസ് ഉടൻ ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം ശക്തമായി മുന്നോട്ട് പോവുകയാണെന്നും കഴിഞ്ഞ 1.5 വർഷത്തിനിടെ മാത്രം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 6 ഉന്നതതല സന്ദർശനങ്ങളാണ് നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ UAE ബന്ധത്തിലെ നാഴികകല്ലാണ് സെപ്പ കരാർ. വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ആക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ UAEയിലെ ഇന്ത്യൻ നിക്ഷേപം $85 ബില്യൺ ിലധികമാണ്. 24 ദുബായ്. ബഹ്റൈനിൽ ശരത്കാല മേളയുടെ 35ാമത് പതിപ്പ് ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻത് ജാഫർ അൽ സൈറാഫി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 1 വരെയാണ് മേള. എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ ആരംഭിച്ച 35ാമത് ശരത്കാല മേള ടൂറിസം മന്ത്രിയും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമ ബിൻത് ജാഫർ അൽ സൈറാഫി ഉദ്ഘാടനം ചെയ്തു. ഇൻഫോർമ മാർക്കറ്റ്സ് ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ശരത്കാല മേള ഫെബ്രുവരി 1 വരെയാണ് നടക്കുക. പ്രവേശനം സൗജന്യമായിരിക്കും. www.theautumnfair.com വെബ്സൈറ്റ് വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ പറഞ്ഞു. ഈ വർഷത്തെ മേളയിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള 600-ലധികം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. 12 രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര പവലിയനുകളും ബഹ്റൈനിൽ നിന്നുള്ള ആഭരണ പ്രദർശനങ്ങൾക്കും പ്രത്യേക വിഭാഗം ക്രമീകരിച്ചിട്ടുണ്ട്. എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ ശരത്കാല മേളയുടെ ആതിഥേയത്വം വഹിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് BTEയിലെ റിസോഴ്സ് ആൻഡ് പ്രോജക്ട്സ് ഡെപ്യൂട്ടി CEO ദന അൽസാദ് പറഞ്ഞു. 24 ബഹ്റൈൻ. ദുബായിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പിന്നീട് പണമടയ്ക്കാനുള്ള പദ്ധതി വരുന്നു. എമിറേറ്റിലെ പെയ്ഡ് പാർക്കിംഗ് നിയന്ത്രണ സ്ഥാപനമായ പാർക്കിനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഓട്ടോ പേ ലേറ്റർ പേയ്മെന്റ് രീതി നടപ്പാക്കാനാണ് തീരുമാനം. ഉപഭോക്താക്കൾക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സേവനം ആരംഭിക്കുന്നതെന്ന് കമ്പനി സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മറ്റർ അൽ തായർ പാർക്കിൻ ഓഫീസ് സന്ദർശിച്ചതിനു ശേഷമാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് നാളെ 4 വനിതാ സൈനികരെ വിട്ടയക്കും. ബന്ദികളുടെ പേരുവിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടു. ഇസ്രായേൽ ജയിലിലുള്ള 90 പലസ്തീൻ തടവുകാരെ പകരമായി മോചിപ്പിക്കും. ആദ്യ ബന്ദി കൈമാറ്റത്തിൽ 3 ഇസ്രായേലി ബന്ദികൾക്ക് പകരമായി 90 പലസ്തീനി തടവുകാരെയാണ് മോചിപ്പിച്ചത്. അടുത്ത 5 ആഴ്ചയ്ക്കുള്ളിൽ മോചിപ്പിക്കാൻ പോകുന്ന ബാക്കി 26 ബന്ദികളുടെ വിവരവും ഹമാസ് കൈമാറിയേക്കുമെന്നാണ് വിവരം. സ്വിറ്റ്സർലാൻഡിലെ ലോക സാമ്പത്തിക ഫോറം വേദിയിൽ തിളങ്ങി കേരളം. 2 പതിറ്റാണ്ടിനു ശേഷം ലോക സാമ്പത്തിക ഫോറത്തിൽ സാന്നിധ്യമറിയിച്ച കേരളത്തിന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രശംസയും ലഭിച്ചു. രംഗം ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി നടന്ന വാർത്താസമ്മേളനം. പങ്കെടുക്കുന്നത് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും. ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന്റെ വാക്കുകളിലേക്ക് ലോകം കാതോർത്തപ്പോൾ കേരളത്തിന് വിണ്ണോളം അഭിമാനം. രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണെന്നും പുരോഗമന ചിന്താഗതിയുള്ള ജനങ്ങളാണ് കേരളീയരെന്നും പിശുക്കില്ലാത്ത അഭിനന്ദനം. Kerala is the best state, most progressive state. People are settling all over the world. Even today they are more patriotic. More money is FDI is going to Kerala maximum. Even other states, our people are investing in different places, but more patriotic, they are sending money to you. So this is a wonderful time. വ്യവസായ സൗഹൃദമല്ല കേരളമെന്ന പഴി കേട്ടുമടുത്ത സംസ്ഥാനം ഇത്തവണ ദാവോസിലെത്തിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1ാമതെന്ന അഭിമാനത്തോടെയാണ്. ആഗോള നിക്ഷേപം ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള പവലിയനും ദാവോസിൽ സജീവമാണ്. We are trying to change the nature of business. That is our motto: nature, people, industry, and this renewable energy, knowledge-based industries. Now we are contributing 24% of the medical device industry turnover of the country. We are trying to attract more investment to these sectors. I hope if you can going together, then Kerala can be the destination of ESG investments of the world. വ്യവസായ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിലുള്ള കേരള സംഘം വിവിധ രാജ്യങ്ങളിലെ നിക്ഷേപകരുമായി ചർച്ച നടത്തുന്നു. കഴിഞ്ഞ റാങ്കിങ്ങിലെ വ്യവസായ സൗഹൃദ ഇമേജ് പരമാവധി ഉപയോഗിക്കാനാണ് നീക്കം. അടുത്ത മാസം കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ നിക്ഷേപകരെ ക്ഷണിച്ചിട്ടുമുണ്ട് സംസ്ഥാനം. ബിസിനസ് ഡെസ്ക് 24.
അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം 538 പേരെ അറസ്റ്റ് ചെയ്തെന്നും 100 കണക്കിന് ആളുകളെ സൈനിക വിമാനത്തിൽ നാടുകടത്തിയെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. നാടുകടത്തിയവരിൽ ഒരു ഭീകരവാദിയും ക്രിമിനൽ സംഘത്തിൽപ്പെട്ട 4 പേരും ലൈംഗിക കുറ്റവാളികളും ഉൾപ്പെടുന്നുവെന്ന് കാരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട നാടുകടത്തലിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയെന്നും കാരോലിൻ പറഞ്ഞു. നരഭോജിക്കടുവ ഒരു ജീവനെടുത്ത മാനന്തവാടി പഞ്ചാരക്കൊല്ലി അതീവ ജാഗ്രതയിൽ. നരഭോജിക്കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ക്യാമറ ട്രാപ്പുകളും മേഖലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിലിനും വിപുലമായ ക്രമീകരണമാണ് വനംവകുപ്പ് മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതീവ ജാഗ്രത പുലർത്താൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്. കടുവയെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിറങ്ങി. അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പഞ്ചാരക്കൊല്ലിയിൽ കാപ്പിക്കുരു ശേഖരിക്കാൻ പോയതാണ് രാധ എന്ന സ്ത്രീ. അതിനിടയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായതും രാധയ്ക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. ഇവിടേക്കെത്തിയ മന്ത്രി OR കേളുവിന് നേരെയും പ്രതിഷേധമുണ്ടായി. അതിനൊടുവിൽ ചില ഉറപ്പുകൾ നൽകിയതിന് പിന്നാലെയാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അവരുടെ ഏറ്റവും വലിയ ആശങ്ക കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന ഈ വന്യജീവി ആക്രമണത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരാവശ്യം കൂടി ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിലൊരു ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. അതിൽ പിന്നെയാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഏതായാലും ഇതിൻ്റെ ഭാഗമായി ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഈ പഞ്ചാരക്കൊല്ലിയിൽ പുരോഗമിക്കുന്നുണ്ട്. അവിടെ നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിരവധിയായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാളെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ളവർ ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമാകും. നാളെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ തന്നെ ഈ കുടുംബത്തിന് 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് മന്ത്രി തന്നെ നേരിട്ടെത്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിൽ വന്യജീവി ആക്രമണം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മറ്റ് മുൻകരുതൽ നടപടികൾ കൂടി വേണം എന്ന ആവശ്യം കൂടി ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുമെന്നാണ് നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ ജനപ്രതിനിധികളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നാളെ ഈ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകും. കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും. ഈ കടുവ കൂട്ടിലകപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഈ നാട്ടുകാർക്കുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച രാധയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നാളെയാണ് നടക്കുക. നാളെ 11 മണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം നാളെ ഇവിടെ UDF-ഉം ഒപ്പം തന്നെ SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതിഷേധ പരിപാടികളും നാളെ നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കാപ്പി പറിക്കാൻ പോയ രാധയെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. കടുവ ഭക്ഷിച്ച നിലയിൽ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ മന്ത്രി വീട്ടിലെത്തി കൈമാറി. നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഇന്ന് മന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിനാണ് പഞ്ചാരക്കൊല്ലി സാക്ഷ്യം വഹിച്ചത്. കടുവയെ കൊല്ലാതെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ലെന്നും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും നാട്ടുകാർ. അപ്പൊ ഈ പുല്ലിനെ കൊണ്ടിങ്ങനെ ഇട്ടാലേ ഞങ്ങൾക്ക് ജീവിക്കാണോ? അതുകൊണ്ട് പുല്ലിനെ പോയി പിടിക്കട്ടെ അവരെ. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിന് നേരെയും കടുത്ത പ്രതിഷേധം. പ്രതിഷേധക്കാരെ ശാന്തരാക്കാൻ മന്ത്രി ശ്രമിച്ചെങ്കിലും കടുവയെ കൊല്ലുമെന്ന ഉറപ്പ് വേണമെന്ന നിലപാട്. കടുവനെ നമുക്ക് കൂട് വെച്ചിട്ടോ മയക്ക് വെടി വെച്ചിട്ടോ അടിയന്തരമായി പിടിച്ച് ഇതിനെ ഒഴിവാക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അതാണ് ജനങ്ങളുടെ വികാരം.
പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പുറത്ത് പ്രതിഷേധം തുടർന്നു. ഇതിനിടെ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറത്ത്. ഇക്കാര്യം മന്ത്രി അറിയിച്ചു. ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂട് വെക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പിടിക്കുക ഒരു വശം നമ്മൾ നോക്കും. മറ്റേ ചില ഓർഡർ ഇറങ്ങുന്ന മുറയ്ക്ക് നമ്മൾ വെടിവെക്കാനുള്ള നടപടികൾ നമ്മൾ മറുവശത്ത് ശ്രമിക്കും. ഇതോടെ പ്രതിഷേധത്തിന് താൽക്കാലിക ശമനം. പിന്നാലെ മൃതദേഹം മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കടുവയെ വെടിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്കായി നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപയെ ചുമതലപ്പെടുത്തി. കടുവാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി പ്രദേശത്ത് ദ്രുതകർമ്മ സേനയെ വിന്യസിക്കും. വിദഗ്ധ ഷൂട്ടർമാരും വെറ്ററിനറി ഡോക്ടർമാരും ജില്ലയിലെത്തും. എന്നാൽ ഈ പ്രദേശത്തുകാരുടെ ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യമാണ് ബാക്കി. മനു ദാമോദരനോടൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്. വയനാട് വൈത്തിരിയിലും കടുവ സാന്നിധ്യമെന്ന് സംശയം. ദേശീയപാതയുടെ 200 മീറ്റർ മാറി അറമല ഭാഗത്താണ് കടുവയെ കണ്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. കടുവയെ പിടികൂടാനുള്ള നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കാട്ടിൽ നിന്ന് ചാടി നേരെ റോട്ടിലേക്ക് വന്ന് പിന്നെ താഴോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് കാണുന്നത്. ഇതേ ഇവിടുന്ന് മുമ്പിൽ 50 മീറ്റർ അപ്പുറത്താണ്. മുമ്പിൽ നിന്ന് കാട്ടിൽ നിന്ന് ചാടി നേരെ റോട്ടിലേക്ക് വന്ന് പിന്നെ താഴോട്ട് ഇറങ്ങിപ്പോയി. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടിവെച്ച് ചികിത്സ നൽകി. മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്ത ശേഷം മരുന്നും ആന്റിബയോട്ടിക്കുകളും നൽകി ആനയെ കാട്ടിലേക്ക് വിട്ടു. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് അറിയിച്ചു. 1.5 ദിവസം മുൻപേ ദൗത്യത്തിനിടെ കാട്ടിലേക്ക് ഉൾവലിഞ്ഞ ആനയെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. രാവിലെ 6:30 ആനയുടെ നിർണായക ദൃശ്യങ്ങൾ 24 ക്യാമറ കണ്ണിൽ പതിഞ്ഞു. 6:50 മുറിവേറ്റ ആന തന്നെയാണെന്ന് 24 സംഘം സ്ഥിരീകരിച്ചു. പിന്നാലെ വിവരം വനം വകുപ്പിന് കൈമാറി. 3 കാട്ടാനകൾക്കൊപ്പം നിന്ന കൊമ്പൻ വെറ്റിലപ്പാറ 14 നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് മാറി. ഇതിനിടയിൽ ദൗത്യസംഘം മേഖലയിലെത്തി. കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിൽ വെച്ച മയക്കുവെടിവെച്ചു. രണ്ടു തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി. പിന്നാലെ ആനയെ വടം വച്ചു ബന്ധിപ്പിച്ച ശേഷം കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി. ഏണിയിൽ കയറി നിന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് DFO R ലക്ഷ്മി. മയക്കം വിട്ടുമാറിയ ആനയെ പിന്നീട് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടിൽ മോചിപ്പിച്ചു. അതിരപ്പള്ളിയിൽ നിന്നും സൂരജ് സജി, 24. മുനമ്പം ഭൂമി കേസിൽ സുപ്രധാന രേഖ 24-ന്. തിരുവിതാംകൂർ സർക്കാർ 1901 തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പ് പ്രകാരം മുനമ്പത്തെ തർക്കഭൂമി പുഴ പുറമ്പോക്കാണ്. സെൻട്രൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ച രേഖകളുടെ പകർപ്പ് 24-ന് ലഭിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പുഴ പുറമ്പോക്ക് ഭൂമിയാണ്. അത് കാരണം 1901 സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ അത് പബ്ലിഷ് ചെയ്തത് 1905-ലാണ്. അതിനകത്ത് അത് പുഴ പുറമ്പോക്കായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പുറമ്പോക്ക് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പുഴയെന്നും എഴുതിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി S. ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. മുനമ്പം ഭൂമി വിഷയം തർക്ക വിഷയമായി നിലനിൽക്കുമ്പോഴാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു രേഖ 24 ഇന്ന് പുറത്തുവിടുന്നത്. ആ രേഖ 1901 അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പാണ്. ഈ പകർപ്പിൽ 500-ലധികം ഏക്കർ ഭൂമി, ആ ഭൂമിയുടെ രേഖാപരമായ ഒരു ചിത്രമായി പറയുന്നത് അത് പുഴപ്പുറമ്പോക്ക് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ സമരസമിതി പറയുന്ന അവകാശവാദത്തോട് യോജിച്ചു നിൽക്കുന്ന ഒരു രേഖ കൂടിയാണ് ഇന്നിപ്പോൾ 24 പുറത്തുവിടുന്നത്. നേരത്തെ ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും കോടതികളിലേക്ക് എത്തിപ്പെടാത്ത ഒരു രേഖയാണിത്. മുൻപ് സമരസമിതിയും സർക്കാരും ഉൾപ്പെടെ പലതവണ ഈ രേഖയ്ക്ക് വേണ്ടി പറവൂർ താലൂക്ക് ഓഫീസിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ സെൻട്രൽ ആർക്കൈവ്സിൽ ഈ രേഖകൾ വളരെ സുരക്ഷിതമായി ഉണ്ടായിരുന്നു. വിവരാവകാശ നിയമപ്രകാരമാണ് ആ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. ആ രേഖകളുടെ രജിസ്റ്ററിലാണ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പുഴപ്പുറമ്പോക്ക് എന്നുള്ളത്. 1905-ലാണ് 1901 തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രസിദ്ധീകരിക്കുന്നത്. ഏതായാലും ഈ മുനമ്പം കേസുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ ഈ രേഖ സമരസമിതിക്കുൾപ്പെടെ വലിയ ഒരു ആയുധമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്.
വഖഫ് നിയമ ഭേദഗതി ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിൽ കയ്യാങ്കളി. യോഗത്തിൽ പ്രതിഷേധിച്ച 10 പ്രതിപക്ഷ എംപിമാരെ JPC ചെയർമാൻ ജഗദാംബിക പാൽ സസ്പെൻഡ് ചെയ്തു. എംപിമാർ മോശം പദപ്രയോഗം നടത്തി എന്നാണ് BJPയുടെ ആരോപണം. വഖഫ് നിയമ ഭേദഗതിയിൽ അവസാന ഹിയറിംഗിനായി ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിലായിരുന്നു കയ്യാങ്കളി. 24, 25 തീയതികളിലായി നിശ്ചയിച്ചിരുന്ന യോഗം 27-ാം തീയതിയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അധ്യക്ഷൻ ജഗദാംബിക പാൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. दिल्ली इलेक्शन है इसलिए उनको जल्दीबाजी है, पॉलिटिकली मोटिवेटेड. हम लोग बार-बार रिक्वेस्ट किया कभी वो नहीं सुनता है. चेयरमैन किसी को बात सुनता नहीं है, इसे जमींदारी भी हो गया. യോഗത്തിൽ പ്രതിഷേധിച്ച 10 പ്രതിപക്ഷ എംപിമാരെ പാനലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു ദിവസത്തേക്കാണ് നടപടി. കല്യാൺ ബാനർജി തനിക്കെതിരെ മോശം പദപ്രയോഗം നടത്തിയെന്നും JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ. कल्याण बनर्जी ने आज इस कमेटी की बैठक में हंगामा किया और बिल के अंदर आकर के झगड़ा करने की कोशिश किया, गालियां दिया. मुझे लगता है आज उन्होंने सारी मर्यादा और सारी सीमाएं तोड़ दी. JPC റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിന് മുൻപായി സമർപ്പിക്കാനാണ് നീക്കം. റിപ്പോർട്ടിന് അന്തിമ അംഗീകാരം നൽകാനുള്ള യോഗം ജനുവരി 27-ന് ചേരും. വിനീത VG 24 ഡൽഹി. മുനമ്പം ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ തീരുമാനത്തെ വിമർശിച്ച് ഹൈക്കോടതി. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്ന് കോടതി ചോദിച്ചു. കമ്മീഷനെ നിയമിച്ചതിൽ ബുധനാഴ്ച വിശദീകരണം നൽകണം എന്നാണ് സർക്കാരിനോട് കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് CN രാമചന്ദ്രനെ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചത് ചോദ്യം ചെയ്ത വഖഫ് സംരക്ഷണ വേദിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബിച്ചു കുര്യൻ സർക്കാരിനെതിരെ ഉന്നയിച്ചത് അതിരൂക്ഷ വിമർശനം. കമ്മീഷനെ സർക്കാർ നിയമിച്ചത് കണ്ണിൽ പൊടിയിടാനാണ്. വഖഫ് കേന്ദ്രപരിധിയിൽ വരുന്ന വിഷയമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഉടമസ്ഥാവകാശം സിവിൽ കോടതി തീർപ്പാക്കിയ കേസിൽ ഇടപെടാനാകില്ല. കമ്മീഷന്റെ നിയമനം ദോഷകരമായ ഫലമുണ്ടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഭൂവിഷയം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലാണെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. സർവകലാശാല സിൻഡിക്കേറ്റുകൾ അടിമുടി പൊളിച്ചെഴുതാൻ നിയമനിർമ്മാണം. സർക്കാർ പ്രതിനിധികളെ ഒഴികെ സിൻഡിക്കേറ്റിലേക്കുള്ള മറ്റംഗങ്ങളെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. സർവകലാശാലകളുടെ ഉപകേന്ദ്രം വിദേശത്ത് തുടങ്ങുന്നതിൽ മുഖ്യമന്ത്രി സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിയമോപദേശം തേടാനും സർക്കാർ തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കനുസൃതമായി സർവകലാശാലാ നിയമങ്ങൾ പൊളിച്ചെഴുതാനുള്ള കരട് ബില്ലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. സർവകലാശാല നിയമപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച ഡോക്ടർ NK ജയകുമാർ കമ്മീഷന്റെ ശുപാർശയുടെ കൂടി വെളിച്ചത്തിലാണ് നിയമനിർമ്മാണം. സിൻഡിക്കേറ്റുകൾ ജംബോ കമ്മിറ്റികളാകുന്ന വിമർശനം മറികടക്കാനാണ് അംഗസംഖ്യ പരിമിതപ്പെടുത്തുന്നത്. വലിയ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റിലെ പരമാവധി അംഗബലം 19 ആക്കും. ചെറിയ സർവകലാശാലകളിലേത് 15 പരിമിതപ്പെടുത്തും. സിൻഡിക്കേറ്റിലേക്കുള്ള സർക്കാർ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് തുടരുമെങ്കിലും ബാക്കി അംഗങ്ങളെ തിരഞ്ഞെടുപ്പിലൂടെ ഉൾപ്പെടുത്തണമെന്നാണ് കരട് ബില്ലിലെ നിർദ്ദേശം. സെനറ്റിനും സിൻഡിക്കേറ്റിനും അക്കാദമിക് കൗൺസിലുകൾക്കും കൂടുതൽ അധികാരം നൽകും. പല സർവകലാശാലകളിലും സെനറ്റ് ചേരാതെ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതിനുള്ള അധികാരം സിൻഡിക്കേറ്റുകൾ കൂടി നൽകും. കേരളത്തിലെ സർവകലാശാലകളിലെ പല നിയമങ്ങളും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. പുതിയ നിയമത്തിൽ UGC ചട്ടങ്ങളോട് ചേർന്ന് പോകുന്ന തരത്തിൽ മാറ്റം വരുത്തും. കേരളത്തിലെ സർവകലാശാലകൾക്ക് വിദേശത്ത് ഉപകേന്ദ്രം തുടങ്ങാമെന്നും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ സ്റ്റഡി ഇൻ കേരള എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ വിദേശത്ത് ഉപകേന്ദ്രങ്ങൾ തുടങ്ങുന്നത് ഉചിതമാകുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും മുഖ്യമന്ത്രി സംശയമുണ്ടെന്ന അഭിപ്രായത്തിലായിരുന്നു. മുഖ്യമന്ത്രി സംശയം പ്രകടിപ്പിച്ചതോടെ നിയമവകുപ്പിന്റെ ഉപദേശം നേടിയ ശേഷം മാത്രം തീരുമാനമെടുക്കാനാണ് മന്ത്രിസഭാ യോഗത്തിലെ ധാരണ. R ശ്രീജിത്ത് 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി വിശദീകരണം നൽകിയ ശേഷവും പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല പദ്ധതിയിൽ പ്രതിഷേധം കടുപ്പിച്ചു പ്രതിപക്ഷം. എലപ്പുള്ളി പ്രദേശം നാളെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിക്കും. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് എലപ്പുള്ളി പഞ്ചായത്ത്. ജനങ്ങൾക്ക് ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നാണ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ആലോചനയിലാണ് പ്രതിപക്ഷം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാളെ എലപ്പുള്ളിയിലെത്തും. മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ കമ്പനിക്ക് കൊടുക്കുന്നത് വളരെ ബോധപൂർവമായ ഒരു അഴിമതിയാണ്. ഈ അഴിമതി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന ഒന്നാണ്. ഇതിനകത്ത് ഇത്തരമൊരു കമ്പനി ഇവിടെ ക്ഷണിച്ചു വരുത്തത് മുഖ്യമന്ത്രിയാണെന്നാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ
പ്രസംഗം അദ്ദേഹത്തിന് നിയമസഭയിൽ നടത്തിയ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. പദ്ധതിക്കെതിരെ കടുത്ത എതിർപ്പുമായി UDF ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തും രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടേത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു 24നോട്. ആദ്യം മുതൽ ഈ പദ്ധതിയിൽ ദുരൂഹതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഞ്ചിക്കോടാണ് ഈ ഒരു പ്രോജക്ട് വരുന്നത് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് എലപ്പുള്ളിയായി. ഇപ്പൊ കിൻഫ്രയിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും ഈ മദ്യത്തിന് കൊടുത്തു എന്ന് വെക്കുക. ഇനി ഭാവിയിൽ വെള്ളം കൊണ്ട് ഒരു വ്യവസായവും വരണ്ടേ? അപ്പൊ ഇനിയും ബാക്കി വ്യവസായത്തിനെയൊക്കെ മുടക്കി വെക്കുകയാണ്. എന്നാൽ ജനങ്ങളും പ്രാദേശിക നേതൃത്വവും പരാതി അറിയിച്ചിട്ടില്ലെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. ജനങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി. അത് പരിഹരിക്കും, ആശങ്കകളൊക്കെ പരിഹരിക്കും. നമുക്കത് പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കും. വെള്ളത്തിന്റെ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും, ഇതൊക്കെ സാധിക്കും. പദ്ധതിക്കെതിരെ 27 യൂത്ത് കോൺഗ്രസ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ കോൺഗ്രസിന്റെ ആത്മാർത്ഥതയില്ലാത്ത നിലപാടെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. പദ്ധതി അനുകൂലിച്ചതിന് N ശിവരാജനോട് വിശദീകരണം തേടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വ്യക്തമാക്കി. K സുരേന്ദ്രൻ നേതൃത്വത്തിൽ എലപ്പുള്ളിയിൽ BJP പ്രതിഷേധം നടത്തും. 24 പാലക്കാട്. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.